വളരെ സിമ്പിളായിട്ട് വാട്ടും വഴറ്റൊന്നും ചെയ്യാതെ അടിപൊളി ഒരു സമൂസ തയ്യാറാക്കി എടുത്താലോ? ഈ ഒരു സമൂസ കഴിച്ചേ പിന്നെ ഇതിന്റെ ഫാനായിട്ട് മാറിയിട്ടുണ്ട് ട്ടോ. കാരണം അത്രയും അടിപൊളിയാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനും. എങ്ങനെയാണ് ഈ ഒരു ഈസി ആയിട്ടുള്ള സമൂസ തയ്യാറാക്കി എടുക്കുന്നേന്ന് നോക്കാം. ഈ ഒരു സമൂസ തയ്യാറാക്കി എടുക്കാന് നോൺ വെജ് ഒന്നും വേണ്ട ട്ടോ. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. ആദ്യം തന്നെ ദാ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിലോട്ട് ഇനി ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ആണ്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തെടുക്കുക. ഇനി കുറച്ചധികം മല്ലിയിലയും കൂടിയും ചേർത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ഒരു മസാല പൗഡേഴ്സ് ഒക്കെ ഈ ഒരു സവാളയിൽ മിക്സ് ആകുന്ന രീതിയിൽ. ഇനി നമുക്ക് വേണ്ടതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് നമ്മുടെ സമൂസ ഷീറ്റ് ഇല്ലേ, അതൊന്ന് കട്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണേ. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കുക. അപ്പൊ ഈ ഒരു സമൂസ ഷീറ്റ് ആണ് കേട്ടോ ഈ ഒരു നമ്മുടെ ഈ ഒരു മിക്സിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണേ. അപ്പൊ ഇതേപോലെ ദാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടോ. നമുക്ക് വാട്ടും വഴറ്റും ഒന്നും വേണ്ട. ഇനി നമ്മൾ സമൂസ ഷീറ്റ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്വിറ്റ്സിന്റെ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ സമൂസ തയ്യാറാക്കി എടുക്കൽ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുന്ന രീതിയൊക്കെ മുമ്പ് കാണിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ദാ നമ്മൾ ഇതേപോലെ സമൂസ ഫോൾഡ് ചെയ്തെടുക്കും പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ സമൂസകളൊക്കെ തയ്യാറാക്കി എടുക്കുക കേട്ടോ. ഫില്ലിംഗ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിറച്ച് കൊടുത്തോളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഫില്ലിംഗ് കഴിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എങ്കിലേ ഓയിൽ ഒട്ടും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ഓയിലൊക്കെ കുടിക്കുക. ഇപ്പോൾ ദാ സമൂസ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമൂസ കഴിച്ചേ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഈ ഒരു സമൂസ. നമ്മൾ ഇതിലൊരു നോൺ വെജും ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ച് ടേസ്റ്റിനൊന്നും ഒരൊട്ടും കുറവില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സമൂസയാണ്.